കൃഷി ഉപേക്ഷിക്കുമ്പോൾ ഇതിനെയെല്ലാം മറികടക്കുകയായിരുന്നു സുകുമാരൻ. കേരള വിഷൻ ന്യൂസ്, കണ്ണൂർ. രാജകന്യകയെ ഹൃദയത്തിലേറ്റി മലയോരവും. വിക്ടർ ആദം തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ചിത്രത്തിൽ ഇടുക്കിയിൽ നിന്നുള്ള നിരവധി കലാകാരന്മാരും വേഷമിട്ടിട്ടുണ്ടെന്ന പ്രത്യേകതയുമുണ്ട്. കൂടാതെ ക്യാമറ ചെയ്തിരിക്കുന്ന അരുൺകുമാറും ഇടുക്കിക്കാരനാണ്. അതുകൊണ്ട് രാജകന്യയെ തേടി തിയേറ്ററുകളിലേക്ക് വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. നല്ല സൂപ്പർ പടം, കുഴപ്പമൊന്നുമില്ല, നല്ല പടം, വളരെ നന്നായിരുന്നു. വിശ്വാസത്തിൽ ഉറക്കാനും മാതാവിനോടുള്ള ഭക്തി വളരാനും വളരെ ഉപകാരപ്രദമാണ്. വെറുമൊരു ചിത്രം എന്നതിനപ്പുറം ആത്മീയ ഉണർവുകൂടി പകർന്നു നൽകുന്ന ചിത്രമാണ് രാജകന്യക. വൈസ് കിങ് മൂവീസിന്റെ ബാനറിൽ വിക്ടർ ആദം തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ചിത്രം മാതാവിന്റെ സംരക്ഷണത്തെ ആസ്പദമാക്കിയുള്ള കഥയാണ്. സമുദ്രഗിരി ഗ്രാമത്തിന്റെ കഥ പറയുന്ന ചിത്രത്തിൽ കേരള തമിഴ്നാട് അതിർത്തിയാണ് പശ്ചാത്തലം. ഫാന്റസി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ചിത്രം കുടുംബ പ്രേക്ഷകരും പുതുതലമുറയും ഒരുപോലെ ഏറ്റെടുത്തു. ഇടുക്കിയിൽ നിന്നുള്ള നിരവധി കലാകാരന്മാരാണ് ചിത്രത്തിലുള്ളത്. ക്യാമറ കൈകാര്യം ചെയ്തിരുന്ന അരുൺകുമാറും ഇടുക്കിക്കാരൻ തന്നെ. പ്രധാന താരങ്ങളായ ആശ അരവിന്ദ്, രമേശ് കോട്ടയം, ഭഗത് മാനുവൽ, ആത്മീയ രാജൻ, മെറീന മൈക്കിൾ, ഡയാന ഹമീദ്, മീനാക്ഷി അനൂപ് എന്നിവരോടൊപ്പം നിരവധി പുതുമുഖ താരങ്ങളും ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. സാധാരണ സിനിമ പോലൊരു സിനിമയല്ലിത്. ഏത് പ്രേക്ഷകർക്കും പെട്ടെന്ന് ഉൾക്കൊള്ളാനും ഇഷ്ടപ്പെടാനും കഴിയുന്ന പക്കായിട്ടുള്ളൊരു കമേഴ്ഷ്യൽ സിനിമയാണ്. ജാതി മത വ്യത്യാസമില്ലാത്ത ഒരു ബഡ്ജറ്റ് സിനിമ തന്നെയാണിത്. എല്ലാവർക്കും കാണാനും എല്ലാവർക്കും ഇഷ്ടപ്പെടാനും കഴിയുന്ന, എല്ലാവർക്കും നെഞ്ചിലേറ്റാൻ കഴിയുന്ന ഒരു മനോഹരമായ സിനിമ. ജിൽസൺ ജിനു, വിക്ടർ ജോസഫ് എന്നിവരുടെ വരികൾക്ക് സംഗീതം നൽകിയിരിക്കുന്നത് അരുൺ വെൺപാലയാണ്. പശ്ചാത്തല സംഗീതം RR റെക്കോർഡ്സ്. ചിത്രത്തിൽ പ്രധാന ഗാനം ആലപിച്ചിരിക്കുന്നത് KF ചിത്രയാണ്. മറ്റു ഗാനങ്ങൾ മെറിൻ ഗ്രിഗറി, അന്ന ബേബി, വിൽസൺ പിറവം എന്നിവർ ആലപിച്ചിരിക്കുന്നു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. തമിഴ്നാട് തിരുപ്പൂരിൽ MLA യുടെ തോട്ടത്തിൽ പോലീസുകാരനെ വെട്ടിക്കൊന്നു.